ഹലോ കുട്ടികളെ, നിങ്ങൾക്കായി ഒരു തത്തയുടെ കഥ ഇതാ. തത്ത. ഒരു വലിയ മരത്തിൽ മിച്ചു എന്ന് പേരുള്ള ഒരു തത്ത താമസിച്ചിരുന്നു. മിച്ചു തത്ത. വലിയ മരം. അവൻ എല്ലാ ദിവസവും രാവിലെ ഉണർന്ന് പാട്ട് പാടും. കണ്ടോ? മിച്ചുത്തത്ത പാട്ട് പാടുന്ന കണ്ടോ? ലാ 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 ലാ. മിച്ചുവിന് ചുവന്ന ചുണ്ടും പച്ച നിറത്തിലുള്ള തൂവലുകളും ഉണ്ടായിരുന്നു. ചുവന്ന ചുണ്ട്, പച്ച നിറത്തിലുള്ള തൂവലുകള്. കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും മിച്ചുവിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. മിച്ചു, കാട്ടിലെ മൃഗങ്ങൾ എല്ലാവർക്കും മിച്ചുവിനെ ഇഷ്ടാണ്. മിച്ചു എല്ലാ ദിവസവും കൂട്ടുകാരുമാരായി കളിച്ചു. കണ്ടോ മിച്ചു കളിക്കണേ? കൂട്ടുകാരായിട്ട് കളിക്കണ കണ്ടോ? കരടിക്കുട്ടനുണ്ട്, പുലിക്കുട്ടനുണ്ട്, മൊയലുകുട്ടിയുണ്ട്, മാൻകുട്ടിയുമുണ്ട്. ഒരു ദിവസം മിച്ചുവിന് ഒരു പുതിയ കൂട്ടുകാരനെ കിട്ടി. അതാരിവിടെ ഒരു പുതിയ ആള്? ഇതാണോ ആ പുതിയ ആള്? കണ്ടോ ഒരു പുതിയ ആള്? സാമി എന്ന് ആനയായിരുന്നു അത്. സാമിയാന, പുതിയ കൂട്ടുകാരൻ, മിച്ചുവിന്റെ പുതിയ കൂട്ടുകാരൻ. സാമിയുടെ വരവ് എല്ലാവർക്കും സന്തോഷമായി. കണ്ട എല്ലാരും സന്തോഷിച്ച് നിൽക്കണേ. സാമീന്റെ വരവിന് എല്ലാവർക്കും സന്തോഷമായി. മിച്ചുവിനും ഒരുപാട് സന്തോഷമായി. അവര് ഒന്നിച്ച് പാട്ടുപാടി. ലാ 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 ലാ. പാട്ടുകൂട്ടത്തില് സാമിയും ചേർന്നു. കണ്ടോ? സാമി ആന പാട്ടിന്റെ കൂടെ കൂടി. എല്ലാവരുടെയും പോലെ സാമി ആനയും പാട്ട് പാടി. മിച്ചു തത്ത വളരെ സന്തോഷവതിയായിരുന്നു. കാരണം അവൾക്ക് കൂടെ പാടാൻ ഒരു വലിയ കൂട്ടം ഉണ്ടായിരുന്നു.